കഠിനവ്രതത്തിന്റെ നാളുകൾ പൂർത്തിയാക്കി ഈ വിശ്വാസികൾ ആഘോഷത്തിലേക്ക് കടന്നിരിക്കുകയാണ്. പ്രാർത്ഥനകൾ മാത്രമല്ല, പ്രത്യേക സന്ദേശമാണ് ഇന്നത്തെ എല്ലാ ഈദ്ഗാഹുകളിലും നൽകുന്നത്. നാടെങ്ങും ലഹരി പിടിമുറുക്കിയിട്ടുള്ള കാലഘട്ടമാണ്. അപ്പോൾ ലഹരിക്കെതിരെ ഒന്നിച്ച് പോരാടണമെന്നുള്ള സന്ദേശമാണ് ഓരോ മതപണ്ഡിതരും നൽകുന്നത്. അതായത് ഈ ശവ്വാൽ പിറവി കണ്ട് അതിന്റെ തൊട്ടു പിന്നാലെ മതപണ്ഡിതർ നടത്തിയ ഈദ് സന്ദേശങ്ങളിലടക്കം ഈ ലഹരിക്കെതിരായ പോരാട്ടത്തിൽ നാം ഓരോരുത്തരും കൈകോർക്കണമെന്ന സന്ദേശമാണ് നൽകിയിരുന്നത്. ഈദ്ഗാഹുകളിലും വിശ്വാസികൾ ഒരുമിച്ച് കൂടി ചേർന്ന് നടത്തുന്ന പ്രാർത്ഥനകളിലും പണ്ഡിതർ അത് സമാനമായ സന്ദേശം തന്നെയാണ് നൽകി വരുന്നത്. കോഴിക്കോട് കടപ്പുറത്താണ് പറഞ്ഞതുപോലെ ആയിരക്കണക്കിന് വിശ്വാസികൾ ഇതിനകം തന്നെ നമസ്കാരത്തിനായി എത്തിക്കഴിഞ്ഞു. ഫ്രീഡം സ്ക്വയറിന് സമീപത്തായാണ് ഈദ്ഗാഹിനുള്ള ഈ സജ്ജീകരണമൊക്കെ ഒരുക്കിയിട്ടുള്ളത്. സ്ത്രീകളായ വിശ്വാസികൾക്ക് തൊട്ട് സമീപത്ത് തന്നെയായി പ്രത്യേക കേന്ദ്രവും ഒരുക്കിയിട്ടുണ്ട്. ഇതുപോലെ തന്നെ ചെറിയ ഈദ്ഗാഹുകൾ നാടെങ്ങുമുള്ള എല്ലാ സ്ഥലങ്ങളിലും നടന്നുകൊണ്ടേയിരിക്കുകയാണ്. കോഴിക്കോട് ബീച്ചിൽ ഇവിടെയുള്ള ഈ ഈദ്ഗാഹിന്